ഇന്നിപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷയുടെ ഫലപ്രഖ്യാപനമാണ് 2026. നമുക്കറിയാം, സ്കൂൾ ജീവിതത്തിൻ്റെ സെക്കൻഡറി ഘട്ടം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കുന്ന 2 വർഷക്കാലമാണ് നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. ഇത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ബൗദ്ധിക, സാമൂഹിക, മാനസിക വളർച്ചയിലെ നിർണായകമായൊരു ഘട്ടം കൂടിയാണ്. ഈ പ്രായത്തിൽ അവർക്ക് മികച്ച രീതിയിലുള്ള പഠന സഹായം നൽകുന്നതിലൂടെ അവരെ നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സ്വായത്തമാക്കുകയും ചെയ്യാൻ അവസരം ലഭിക്കുകയാണ്. അതിനായുള്ള തീവ്ര പരിശ്രമത്തിൻ്റെയും നിതാന്ത ജാഗ്രതയുടെയും പ്രതിഫലനമാണ് ഇന്ന് നടക്കുന്ന ഈ ഫലപ്രഖ്യാപനം. സാധാരണ പറയുന്നതിനും ഹയർ ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് ഹയർ സെക്കൻഡറി. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ഈ ബ്രിഡ്ജ് പാസ് ചെയ്യാൻ, കടക്കാൻ സാധിക്കേണ്ടത് ഓരോ വിദ്യാർത്ഥിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ പൊതുവിൽ പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. ഹയർ സെക്കൻഡറി ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ഇന്ന് ഫലം പ്രഖ്യാപിക്കുന്നത്. 2026 മാർച്ച് 6 മുതൽ 26 വരെ തീയതികളിലായിട്ടാണ് പരീക്ഷകൾ നടന്നത്. ഹയർ സെക്കൻഡറിയിൽ കേരളം, ഗൾഫ്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ 2005 സ്കൂളുകളിലായി 1984 പരീക്ഷാ കേന്ദ്രങ്ങളും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 389 പരീക്ഷാ കേന്ദ്രങ്ങളുമാണ് ഉണ്ടായിരുന്നത്. റെഗുലർ കുട്ടികൾക്ക് പുറമെ സ്കോൾ കേരള, ഓപ്പൺ സ്കൂൾ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, സ്പെഷ്യൽ സ്കൂൾ, ആർട്ട് ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലെ പരീക്ഷകളും ഇതോടൊപ്പം നടത്തുകയുണ്ടായി. ഹയർ സെക്കൻഡറിക്ക് 89 മൂല്യനിർണ്ണയ സെക്കൻഡറിക്ക് 8 മൂല്യനിർണ്ണയ ക്യാമ്പുകളും സജ്ജീകരിച്ചിരുന്നു. ഹയർ സെക്കൻഡറിയിൽ 22,172 അധ്യാപകരും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,210 അധ്യാപകരും മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തു. 2026 ഏപ്രിൽ 16 മുതൽ മെയ് 11 വരെ തീയതികളിലായിട്ടാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത്. മൂല്യനിർണ്ണയത്തോടൊപ്പം ടാബുലേഷൻ ജോലികളും പൂർത്തിയാക്കി. ഈ വർഷത്തെ പ്രായോഗിക പരീക്ഷകൾ 2026 ജനുവരി 22 മുതൽ ഫെബ്രുവരി 15 വരെയാണ് നടന്നത്. പരീക്ഷകൾ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കാനും പരീക്ഷാഫലം സമയബന്ധിതമായി പ്രസിദ്ധീകരിക്കുവാനും വേണ്ടി പ്രവർത്തിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി, പരീക്ഷാ ബോർഡ് ചെയർമാൻ, പരീക്ഷാ സെക്രട്ടറിമാർ, DD-മാർ, RDD-മാർ, AD-മാർ, സിസ്റ്റം മാനേജർമാർ, അധ്യാപകർ, അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളൊക്കെ ഈ സന്തോഷവേളയിൽ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ അധ്യാപക സംഘടനാ പ്രതിനിധികളൊക്കെ ഈ അവസരത്തിൽ ഇവിടെ പ്രസൻ്റാണ്. മൂല്യനിർണ്ണയ ക്യാമ്പിന് നേതൃത്വം നൽകിയവർ, സാങ്കേതിക സഹായം നൽകിയ NIC അധികൃതർ, പരീക്ഷാ വിഭാഗം ജീവനക്കാർ എന്നിവരെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി കഠിന പരിശ്രമം നടത്തി അവരെ ഒരിക്കൽ കൂടി വകുപ്പിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അനുമോദനങ്ങൾ നേരുകയാണ്. ഫുൾ A+ കിട്ടിയവർ, 1200-ൽ 1200 നേടിയവർ ഒക്കെ ഉണ്ടാവും. ഉയർന്ന മാർക്ക് വാങ്ങിയവരുണ്ടാവും. കൂട്ടത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേകമായ സാഹചര്യത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചവരുണ്ടാകാം. യോഗ്യത നേടാതെ പുറത്തായവരുണ്ടാകാം.
അപ്പോൾ അവരോടൊക്കെ വല്ലാതെ അതിൻ്റെ പേരിൽ നിരാശപ്പെടരുതെന്നും പരിശ്രമിച്ച് നല്ല ഉത്സാഹം കൂടി പ്രയത്നം മറികടക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഇത്തരത്തിലുള്ള ചെറിയ പരാജയങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ അതിൻ്റെ പേരിൽ വല്ലാതെ പ്രയാസപ്പെട്ട് നിരാശ അരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി അത്തരം കുട്ടികളോടും ഈ സന്ദർഭത്തിലുണ്ട്. അവർക്ക് പിന്നെ മൊത്തത്തിൽ ഉള്ള വിഷയങ്ങൾ എഴുതാനും ഏതെങ്കിലും വിഷയത്തിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്താനുമായി 2026 ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ തീയതികളിലായി സേവ് എ ഇയർ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ നടത്തുന്നതാണ്. വിശദമായ നോട്ടിഫിക്കേഷൻ ഇന്ന് തന്നെ പുറപ്പെടുവിക്കും. 2026 ജൂൺ 29 മുതൽ ജൂലൈ 3 വരെയുള്ള തീയതികളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഇനി നമ്മൾ റിസൾട്ടിലേക്ക് പോവുകയാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം 2026 മാർച്ച്. ഹയർ സെക്കൻഡറി പരീക്ഷയിലാകെ 1990 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 2,09,398 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. 2,90,398. അതെ, 2,90,398 ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.97%. മുൻ വർഷം ഇത് 77.81%. അപ്പോൾ ഒരു 0.16% ഇത്തവണ കൂടുതലാണ്. ഇനി അതിൻ്റെ റെഗുലർ സ്കൂൾ ഗോയിങ് ആകെ കുട്ടികൾ 3,72,423. അത് കഴിഞ്ഞ വർഷം 3,70,642 ആയിരുന്നു. ഇതിൽ ആൺകുട്ടികൾ 1,79,672. ആൺകുട്ടികളിൽ ജയിച്ചവർ 1,22,906. വിജയശതമാനം 68.41. അതിൻ്റെ കഴിഞ്ഞ വർഷം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൺകുട്ടികൾ 1,79,952. അതിൽ ജയിച്ചവർ 1,23,160. വിജയശതമാനം 68.44. അപ്പോഴും ചെറിയൊരു ശതമാനം ഇത്തവണ ആ കാറ്റഗറിയിലും കൂടുതലാണ്. അതെ, ഇത്തവണ ചെറിയൊരു ശതമാനം കുറവാണ്. 0.03 ആണ് വരിക. ഓക്കെ, ആൺകുട്ടികൾ. പെൺകുട്ടികൾ 1,92,751 പേർ പരീക്ഷ എഴുതിയത്. ജയിച്ചവർ 1,67,475. വിജയശതമാനം 86.89. അപ്പോൾ പെൺകുട്ടികളുടെ വിജയശതമാനം ആൺകുട്ടികളെക്കാൾ വളരെ മുന്നിലാണ്. ഏകദേശം 20% വ്യത്യാസമുണ്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിജയശതമാനത്തിൻ്റെ കാര്യത്തിൽ. പെൺകുട്ടികളേറെ മുന്നിലാണ്. അത് നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്.
ആൺകുട്ടികൾ പിറകിൽ പോയതുകൊണ്ടല്ല, പെൺകുട്ടികൾ വളരെ മുന്നിൽ വന്നു എന്നുള്ളത് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അതിലിനി കഴിഞ്ഞ വർഷത്തെ പെൺകുട്ടികൾ പരീക്ഷ എഴുതിയവർ 1,90,690, ജയിച്ചവർ 1,65,234. വിജയശതമാനം 86.65. അപ്പോൾ ഇപ്രാവശ്യം കൂടിയില്ലേ? കൂടി. പെൺകുട്ടികളുടെ വിജയശതമാനം ഇത്തവണ കൂടുകയും ചെയ്തു. അപ്പോൾ അതെല്ലാ അർത്ഥത്തിലും സന്തോഷിക്കാൻ വക നൽകുന്നൊരു സംഗതിയാണ് സമൂഹത്തിന്. പിന്നെ റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,87,933. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,58,836. വിജയശതമാനം 84.52. ഇത് കഴിഞ്ഞ വർഷം 83.25 അപ്പോൾ ഏകദേശം ഒരു ശതമാനത്തിൽ കൂടുതൽ അല്ലേ? കൂടുതലാണ്. ഇനി അടുത്തത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 75,923. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 50,398. വിജയശതമാനം 66.38. കഴിഞ്ഞ വർഷം 69.16. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ വിജയശതമാനം കുറവാണ്. ഏകദേശം 3% ഹ്യൂമാനിറ്റീസിൽ കുറവാണ്. കൊമേഴ്സ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,80,567. അതിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 81,147. വിജയശതമാനം 74.74. കഴിഞ്ഞ വർഷം 74.21. അപ്പോൾ കൂടുതലാണ്, ഒരു പോയിൻ്റ് സംതിങ് കൂടുതലാണ്. റെഗുലർ സ്കൂൾ ഗോയിങ് സ്കൂൾ വിഭാഗമനുസരിച്ച് സർക്കാർ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,67,430. യോഗ്യത നേടിയവർ വിജയിച്ചവർ 1,21,661. വിജയശതമാനം 72.66. കഴിഞ്ഞ വർഷം 73.23. അപ്പോൾ വിജയശതമാനം 1% കൂടുതൽ കുറവാണ്. എയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,81,851. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,50,604. വിജയശതമാനം 82.82. കഴിഞ്ഞ വർഷം 82.16. 0 പോയിൻ്റ് സംതിങ് കൂടുതലാണ് എയ്ഡഡ് സ്കൂളിൻ്റെ റിസൾട്ട്. അൺഎയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 22,821. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 17,841. വിജയശതമാനം 78.18. കഴിഞ്ഞ വർഷം 75.91. ഏകദേശം 3% വർധനമാണ്. സ്പെഷ്യൽ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 321. ഉപരിപഠന യോഗ്യത 275. വിജയശതമാനം 85.67. കഴിഞ്ഞ തവണ 86.40. കുറവാണ്, ഇത്തവണ കുറവാണ്. ഇനി എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ എണ്ണം 30,561. കഴിഞ്ഞ 5. അപ്പോൾ കൂടുതലാണ്, ഒരു 416 എണ്ണം കൃത്യമായി പറഞ്ഞാൽ കൂടുതലാണ്. കഴിഞ്ഞ വർഷം 30,145. ഇത് നമ്മൾ സപ്ലൈ ചെയ്യില്ലേ? ഇതിൻ്റെ ലിസ്റ്റ് മൊത്തം കൊടുക്കില്ലേ? അതെ, കൊടുക്കുമല്ലോ. ഫുൾ A+ 30,561. 416 എണ്ണം കൂടുതൽ. ഇനി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ
1523. ആൺകുട്ടികൾ 1081. പെൺകുട്ടികൾ 442. യോഗ്യത നേടിയവർ 1109. വിജയശതമാനം 72.82. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 70.76. അപ്പോൾ 2% കൂടുതലാണ്. എല്ലാ വിഷയങ്ങൾക്ക് A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 50. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാറ്റഗറിയിൽ കേട്ടോ. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ. ആകെ കുട്ടികൾ 63, ആൺകുട്ടികൾ 21, പെൺകുട്ടികൾ 42. ഉപരിപഠന യോഗ്യത നേടിയവരുടെ എണ്ണം 52. വിജയശതമാനം 82.54. കഴിഞ്ഞ വർഷം 80.36. അപ്പോൾ അവിടെയും 2%-ലധികം വിജയശതമാനം വർധനവുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 2. സ്കോൾ കേരള. ആകെ കുട്ടികൾ 25,494. ആൺകുട്ടികൾ 14,829. പെൺകുട്ടികൾ 10,665. ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 12,982. വിജയശതമാനം 50.92.